BSF ജവാൻ PK സിംഗിൻ്റെ മോചനം എങ്ങും എത്തിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള വാർത്തകളുമായി വിനീത VJ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ BSF ജവാന്റെ മോചനം ഉടൻ ഉണ്ടാകണം എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം കുറച്ച് ദിവസമായി ആവശ്യപ്പെടുകയാണ്. അതിലെന്തെങ്കിലും വഴിത്തിരിവുണ്ടാക്കാൻ കഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അദ്ദേഹത്തെ എത്രയും വേഗം തിരികെ കൊണ്ടുവരുമെന്ന് BSFന്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും ആ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 6ാം ദിവസമാണ് ഈ BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വദേശം പശ്ചിമ ബംഗാളിലെ ഹുഗ്ലിയാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയും 7 വയസ്സുള്ള മകനും മാതാപിതാക്കളും പഞ്ചാബിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അവിടെ പഠാൻകോട്ടിൽ ഈ BSFന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ BSFന്റെ ഉദ്യോഗസ്ഥർ ബംഗാളിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബത്തെയും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഈ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ, സുരക്ഷിതനായി ഈ PK ഷായെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ടെന്ന് കുടുംബം തന്നെ പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഞങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നില്ല. വലിയ ആശങ്കയിലാണ് ഞങ്ങളെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് അവരുള്ളത്. അവർക്ക് ഇവരുടെ ആരോഗ്യസ്ഥിതി അടക്കം മോശമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ ഒരു വേദന കൂടി അവർക്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അവർ പഠാൻകോട്ടിൽ എത്തി അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തും. അവരുടെ ആവശ്യങ്ങൾ അവർ അറിയിക്കും. അതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് വരും എന്നാണ് അവർ പറയുന്നത്. ഡൽഹിയിൽ വന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം നേരിട്ട് കണ്ട് അവരുടെ നിവേദനം കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ 3 ഫ്ലാഗ് മീറ്റിങ്ങുകൾ വിളിച്ചിരുന്നു. പൊതുവെ ഇത്തരത്തിലേക്ക് ഈ ജവാന്മാർ, സൈനികർ, BSF ഉദ്യോഗസ്ഥരൊക്കെ അതിർത്തി കടന്ന് പോകുക, അത്തരത്തേക്കുള്ള സംഭവങ്ങൾ സാധാരണ നിലയിലൊക്കെ ചില സാഹചര്യങ്ങൾ പിഴവ് പറ്റാറുള്ളതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോഴും ഇരു രാജ്യത്തിൻ്റെയും സൈനികർ സംയുക്തമായി അതിൽ തീരുമാനമെടുത്തുകൊണ്ട് അവർ ഫ്ലാഗ് മീറ്റിംഗ് വിളിച്ച് ഈ സൈനികരെ പരസ്പരം കൈമാറാറുമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അത്തരത്തിലേക്കുള്ളൊരു ബന്ധം അതിങ്ങനെ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. 3 ഫ്ലാഗ് മീറ്റിങ്ങുകൾ വിളിച്ചുവെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള മറുപടി പാകിസ്ഥാൻ ഇനിയും നൽകിയിട്ടില്ല. അതിർത്തിയിലടക്കം ആദ്യ ഫ്ലാഗ് മീറ്റിങ്ങിന് പിന്നാലെ അതിർത്തിയിലടക്കം BSFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ജവാനെ കൈമാറുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അതിലൊരു പ്രതികരണവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശങ്കയിലേക്ക് അടക്കം എത്തുന്നത്. കഴിഞ്ഞ ദിവസം BSF ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരം ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് 6 ദിവസവും പിന്നിടുകയാണ്. ഈ 6ാം ദിവസവും പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഈ BSF ജവാൻ ഉള്ളത്. താങ്ക് യു വിനീത VJ.